ഒരു 4 വയസ്സൊക്കെ ഏജുള്ള കുട്ടികൾക്കുള്ള ഒരു നെറ്റിൻ്റെ ഫ്രില്ലഡ് ഫ്രോക്കാണ് കേട്ടോ നമ്മളിന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 7 മീറ്റർ മെറ്റീരിയലാണ് മൊത്തം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഒരു പോർഷൻ ഈ ഒരു അറ്റം ഭാഗം നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കാണ് ഇതിൻ്റെ ഒരു ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ ഫ്രില്ലും വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ഈ കോർണറിൽ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സീം അലവൻസോട് കൂടിയിട്ട് 6 ഇഞ്ചസ് ആണ് വേസ്റ്റ് റൗണ്ട് വരേണ്ടത്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളിങ്ങനെ ആ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഏറ്റവും എഡ്ജിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിലുള്ള അകലം സെയിം ആണോ എന്ന് നോക്കുക കേട്ടോ. ഏറ്റവും മൂലക്കേന്ന് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന 2 പോയിന്റ്സുകൾ തമ്മിലുള്ള അകലം സെയിം ആണോ നോക്കുക. അതിന് സെയിം അല്ലെങ്കിൽ നമ്മളത് സെയിം ആക്കി കൊടുക്കാം. അതിനുശേഷം ആ 2 പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ആ ഒരു മൂലയിൽ നിന്നാണ് താഴത്തോട്ടാണ് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് താഴത്തോട്ടാണ് നമ്മൾ ഇനി ടോട്ടൽ ലെങ്ത്ത് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ഫ്രില്ല് ഉൾപ്പെടെ ഫുള്ള് ലെങ്ത്ത് വേണ്ടത് സ്കേർട്ട് പോർഷന് 24 ഇഞ്ചസ് ആണ്. അപ്പം ഈ ഫ്രില്ലിനേക്കാളും ഒരു 2 ഇഞ്ച് കുറവായിരിക്കും നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രില്ല് 2 ഇഞ്ച് കൂടുതൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അതിൽ നിന്ന് 2 ഇഞ്ച് കുറവായിരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മൂലയിൽ ഇങ്ങനെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അടിയിലോട്ട് 22 ഇഞ്ചസ് ടോട്ടൽ ലെങ്ത്ത് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ചുറ്റും ഇങ്ങനെ മാർക്ക് ചെയ്തോടത്തിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളിതിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിരിവുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വിരിവുണ്ട്. അപ്പോൾ ഫ്രില്ലും കൂടി വരുമ്പോൾ നല്ല വിരിവിലായിരിക്കും ഈ ഒരു ഫ്രോക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് 4ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച അതേപോലെ തന്നെ 4ആയിട്ടൊന്ന് കറക്റ്റാക്കി ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ള ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചസ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫ്രില്ല് വെച്ച് കൊടുത്തതിന് താഴത്തോട്ട് 8 ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടാണ് അടുത്ത ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്രില്ലിൽ നിന്ന് 8 ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടാണ് അടുത്ത ഫ്രില്ലും വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രോക്കിൽ മൊത്തം 3 ഫ്രില്ലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ഫ്രില്ല് ഇവിടെയും സെക്കൻഡ് ഫ്രില്ല് ഇവിടെയും തേർഡ് ഫ്രില്ല് ഇവിടെയും, അങ്ങനെ 3 ഫ്രില്ലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സ്കേർട്ട് പോർഷൻ നമ്മളിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ചുറ്റുമുള്ള അളവുകൾ എടുക്കുകയാണ് കേട്ടോ. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ശേഷം ഇതിൻ്റെ ഈ കാണുന്ന വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചസ് ആണ്. അപ്പോൾ 6 × 4 എന്ന് വരും. അവിടെയാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. സെക്കൻഡ് ഫ്രില്ല് വരുന്നത് ഈ ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇട്ടതിന് ശേഷം 4ആക്കി ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഈ ഒരു അളവ് എന്ന് പറയുന്നത് 20 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും അളവ് എന്ന് പറയുന്നത് 20 × 4 എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ നോക്കുമ്പോൾ 32 ഇഞ്ചസ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം 32 ഇഞ്ചസ് ആണ്. അപ്പോൾ 32 × 4 എന്ന് വരുന്നതാണ് ഇതിൻ്റെ ശരിക്കുള്ള ചുറ്റുള്ള അളവ്. നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു അളവ് എടുക്കുന്നത്. അത് നമുക്ക് കണക്കാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് നമ്മൾ അളവ് എടുക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാൽ ഈ സ്കേർട്ട് പോർഷൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ എല്ലാ ഫ്രില്ലുകളും വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ നമുക്ക് ഫ്രില്ലിൻ്റെ എന്തോരം ലെങ്ത്ത് വേണമെന്ന് കണക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒന്നുകൂടി നോക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ ആ ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് ഈ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു 6 ഇഞ്ചസ് ആണല്ലോ വരുന്നത്. അപ്പം ഇതിൻ്റെ 6 × 4 എന്ന് വരുമ്പം 24 ഇഞ്ചസ് ആണ് ആ ഫസ്റ്റ് ഫ്രില്ല് എടുക്കേണ്ട ചുറ്റുമുള്ള അളവ്. അതേപോലെ സെക്കൻഡ് ഫ്രില്ല് വരുന്നത് 20 ഇഞ്ചസ് ആണ്. അപ്പോൾ 20 × 4 എന്ന് വരുമ്പോൾ 8 ഇഞ്ചസും. അതേപോലെ തേർഡ് ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത് 32 ഇഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 32 × 4 എന്ന് വരുന്നത് 128 ഇഞ്ചസും ആണ്. അപ്പം ഇതാണ് ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ ചുറ്റുമുള്ള അളവ്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഓരോ അളവിനും അതിൻ്റെ ഓരോ ഫ്രില്ലിനും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു അളവിൻ്റെ 4 ഇരട്ടി വീതമാണ്. അതായത് ഫസ്റ്റ് ഫ്രില്ലിന് നമ്മുടെ ചുറ്റുള്ള അളവ് എന്ന് പറയുന്നത് 24 ഇഞ്ചസ് ആണ്. അപ്പം അതിൻ്റെ × 4 എന്ന് വരുന്നത്
96 വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്രില്ലിന് വരുന്നത് 20x4 80 ഇഞ്ചസ് ഇൻറ്റു 4 എന്ന് പറയുമ്പം 320 ഇഞ്ചസ്. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഫ്രില്ലെന്ന് വരുന്നത് 32x4 എന്ന് പറയുമ്പോൾ 128. അതേ ഇൻറ്റു 4 വരുമ്പം 512 വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രില്ലിന് വേണ്ടി എടുക്കേണ്ടത് 96 ഇഞ്ചസ് ലെങ്ത് ഉള്ളതും ഒരു 8.5 ഇഞ്ചസ് വിഡ്ത്ത് ഉള്ളതായിട്ടുള്ള ഒരു പീസാണ്. ഈ 8.5 ഇഞ്ചസ് വരുന്നത് നമ്മുടെ ഓരോ ഫ്രില്ലിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 ഇഞ്ചസ് ആണ്. അപ്പം ഒരു 1/2 ഇഞ്ചസ് 0.5 ഇഞ്ചസ് നമുക്ക് സീം എലമെൻസ് വിടണം. ഇതിൻ്റെ ഈ നെറ്റ് മെറ്റീരിയൽ ആണോണ്ട് നമ്മൾ ഇതിൻ്റെ അടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ചസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 8.5 ഇഞ്ചസ് ആണ് ഈ ഓരോ ഫ്രില്ലിൻ്റെയും വിഡ്ത്ത് എടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രില്ലിൻ്റെ 96 ഇഞ്ചസും സെക്കൻഡ് ഫ്രില്ലിന് 320 ഇഞ്ചസ് 320 ഇഞ്ചസും അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് എന്ന് വരുന്നത് 512 ഇഞ്ചസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെങ്ത് കണക്കാക്കി നമ്മൾ മെറ്റീരിയൽസ് ആ ഒരു അളവിന് മെറ്റീരിയൽസ് നമ്മൾ ഓരോ ഫസ്റ്റ് ഫ്രില്ലിനും സെക്കൻഡ് ഫ്രില്ലിനും തേർഡ് ഫ്രില്ലിനും മെറ്റീരിയൽസ് കണക്കാക്കി എടുക്കണം. ഇനി നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത ആ പോയിന്റുകളുണ്ടല്ലോ നമുക്ക് ചുറ്റും മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ മെറ്റീരിയലാണോ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ്സ് ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ചുറ്റും ആ ഒരു എല്ലാ 4 പീസിലും ആ ഒരു മാർക്ക് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറക്റ്റായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഫ്രില്ല് കയറി ഇറങ്ങി പോവുക ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചുറ്റും കറക്റ്റാക്കി അളവ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷൻ്റെ സെയിം അളവിൽ തന്നെ ഇതിന് ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാറ്റേണിൻ്റെ നല്ല കട്ടിയുള്ള സാറ്റേണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് അളവിൽ തന്നെ ലൈനിങ്ങും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഫ്രില്ല് വെച്ച് കൊടുക്കാനുള്ള മെറ്റീരിയൽസ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 3 ഫ്രില്ലിനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ നെറ്റിൻ്റെ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് പോർഷനിലേക്കാണ് ഈ ഒരു ഫ്രില്ലുകൾ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആ കറക്റ്റ് മാർക്ക് ചെയ്തോടത്തിൽ ഫസ്റ്റ് ഫ്രില്ല് സെക്കൻഡ് ഫ്രില്ല് തേർഡ് ഫ്രില്ല് എന്ന രീതിയിൽ ആ ഒരു കറക്റ്റ് അളവിന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലൈനിങ് ഏറ്റവും അടിയിൽ വരും. അതിൻ്റെ മുകളിൽ ഈ ഒരു പീസ് അതിലാണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രില്ല് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ നിവർത്തിയിടുക. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ചസ് വിടുക. 1/2 ഇഞ്ചസ് വിട്ടിട്ട് ഒരു ലോങ് സ്റ്റിച്ച് ഈ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലോങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിയുടെ അകലം കൂട്ടിയിടാണെങ്കിൽ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നൂല് കട്ട് ചെയ്തിട്ട് ആ ഒരു നൂലിൽ മാത്രം വലിച്ച് ഒന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിന് ശരിക്കും ഫ്രില്ലിടുന്നത് എങ്ങനെയാണ്, ഫ്രില്ല് എങ്ങനെയാണ് നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഒരു ഫ്രോക്ക് അടിക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗട്ടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ ലൈനിങ്ങിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ നെറ്റിൻ്റെ സ്കേർട്ട് പോർഷനിലേക്ക് ഫ്രില്ലുകളൊക്കെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായിപ്പോയിട്ടോ. ഫ്രില്ല് എടുക്കുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഇതെല്ലാം ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രില്ല് ഏറ്റവും മുകളിലായിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ ചുറ്റും നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഫ്രില്ലും ഫ്രില്ലിട്ടെടുത്തതിന് ശേഷം അത് നമ്മൾ രണ്ടാമത് സെക്കൻഡ് ഫ്രില്ല് വെച്ച് കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഫസ്റ്റ് ഫ്രില്ലിൽ നിന്ന് 8 ഇഞ്ചസ് ഗ്യാപ്പിട്ട് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേർഡ് ഫ്രില്ലും സെക്കൻഡ് ഫ്രില്ലിൽ നിന്ന് 8 ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ആ ഒരു സീം എലവൻസിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ഫ്രില്ല് കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉള്ളവരൊക്കെ ഞാൻ മുന്നേ ഒരു ഫ്രോക്ക് അടിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ്ങിന് കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലിൻ്റെ ബാക്കിയിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങിന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക.
അതിനുശേഷം ഫോൾഡ് ചെയ്ത ഈ ഒരു ഭാഗത്ത് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചസാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഒരു 3 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴത്തോട്ട്. നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോൾ ഒരു 5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെസ്റ്റ് റൗണ്ട് സീം എലവൻസോട് കൂടിയിട്ട് 7.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചസാണ് സീം എലവൻസോട് കൂടി എടുത്തേക്കുന്നത്. നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട് 6.5 ഇഞ്ചസ് സീം എലവൻസോട് കൂടി എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൽ ചെസ്റ്റ് റൗണ്ടിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ ചെയ്ത് കർവ് ചെയ്ത് കൊടുക്കുക. നെക്ക് നമ്മൾ വെറുതെ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി പാർട്ടിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള നെറ്റിൽ നിറച്ച് സീക്വൻസ് വർക്ക് ചെയ്ത മോഡലുള്ള ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ആ കറക്റ്റ് അളവിൽ തന്നെ ഈ ബോഡി പാർട്ടിന് നല്ല മെറ്റീരിയലും ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ലൈനിങ്ങിൻ്റെ ഉള്ളുവശം മുകളിലേക്കും നല്ല വശം താഴത്തേട്ടുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നെറ്റിൻ്റെ നല്ല വശം ഇതാണ്. ഇത് നെറ്റിൻ്റെ ഈ നല്ല വശം ഈ ലൈനിങ്ങിൻ്റെ ഉൾവശത്തിലേക്ക് ചീത്ത വശത്തിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം. ഇപ്പം ലൈനിങ്ങിൻ്റെ ചീത്ത വശവും നല്ല പീസിൻ്റെ നല്ല വശവും ചേർന്ന് വന്നേക്കാണ്. ഇനി നമ്മളിങ്ങനെ നെക്കിന് ചുറ്റും ഒന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ആ ചെയ്ത് കൊടുത്ത സ്റ്റിച്ചുമ്മ ടച്ച് ചെയ്യാതെ നമ്മൾ പതിയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് നെക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് നെക്ക്. ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ഇങ്ങനെ എടുക്കാം. അങ്ങനെ വച്ചതിന് ശേഷം ഇതിൻ്റെ ലൈനിങ് മുകളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം ബാക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ഇങ്ങനെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കും ഒന്ന് ബാക്കും ഒന്ന് പതിച്ചടിച്ചെടുക്കണം. അതിനുശേഷം 2 ആം ഹോളും നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലീവ് വച്ചു കൊടുക്കുകയാണ്. സ്ലീവ് ബോഡി പാർട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയാം. നമ്മൾ ഇതൊന്ന് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വേസ്റ്റ് റൗണ്ട് മുതൽ അടുത്തതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് ഇങ്ങനെയൊന്ന് അളവെടുക്കുക. അപ്പോൾ 19 ഇഞ്ചസാണ് കേട്ടോ ഇവിടെ ഈ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 19 ഇഞ്ചസിൻ്റെ 5 ഇരട്ടി മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 19 × 5 എന്ന് പറയുമ്പോൾ 95 ഇഞ്ചസ് വരും. അപ്പോൾ 95 ഇഞ്ചസ് ലെങ്ത്തിലും 7.5 ഇഞ്ചസ് വിഡ്ത്തിലുമാണ് കേട്ടോ ഞാൻ ഈ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തത്. ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ അത്രയും ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് വിഡ്ത്ത് ഒരു 4.5 അല്ലെങ്കിൽ 5 ഇഞ്ചസ് ഒക്കെ വിഡ്ത്ത് മതി. ഞാൻ 7.5 ഇഞ്ചസ് എടുത്തു. പക്ഷെ അതെനിക്ക് കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. കുറച്ചും കൂടി നന്നായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ നല്ലത് ഒരു 5 ഇഞ്ചസ് അല്ലെങ്കിൽ 4.5 ഇഞ്ചസ് ഇങ്ങനെ ലെങ്ത്ത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സെയിം അളവിൽ തന്നെ 2 ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പീസ് 2 സൈഡിലും വെച്ചുകൊടുക്കാൻ ഒരു സൈഡിലും 2 ലെയർ വീതം വെച്ചുകൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വെച്ച് കൊടുക്കാനുള്ള 2 പീസുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ചസ് ഒരു ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ നൂല് വലിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്ന ആ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്കുള്ളതും ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെയൊന്ന് ലോങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റം മുതൽ ഫുള്ളായിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു നൂലിൽ മാത്രം പിടിച്ച് നമ്മളിതിങ്ങനെയൊന്ന് ഉള്ളിലേക്ക് ചുരുട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ തിക്കായിട്ട് ഫ്രില്ല് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഇട്ട് ഇതിന് ശേഷം ഇതൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് പോർഷൻ്റെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് അതിൻ്റെ അപ്പുറ വശത്തോട്ട് ഒരു 1/2 ഇഞ്ചസും ഇപ്പുറ വശത്ത് ഒരു 1/2 ഇഞ്ചസും ഇങ്ങനെ ഒന്ന് ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് അപ്പുറം ഇപ്പുറം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ചെയ്തെടുക്കാം. അങ്ങനെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഫ്രില്ല് നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് വിട്ട് മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് രണ്ട് സൈഡിലും. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്നും ഒരു 1/2 ഇഞ്ചസ് വിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. നമ്മൾ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് വിട്ട് ആ പോയിന്റിലേക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് നമ്മൾ അപ്പുറത്തേട്ട് മാർക്ക് ചെയ്ത് ആ പോയിന്റിലും ആ സ്ലീവും വെച്ച് കൊടുക്കുക, അപ്പുറത്തെ സൈഡിലെ സ്ലീവും വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് വിട്ടിട്ടായിരിക്കും ഇതിൻ്റെ രണ്ടിനും തയ്യൽ തുമ്പ് നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ചസ് അപ്പുറം ഇപ്പുറമാണ് കേട്ടോ ഇതിൻ്റെ തയ്യൽ തുമ്പ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതിൻ്റെ മേളിലൂടെ ഒരു പടി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ ഒരു 19 ഇഞ്ചസ് ലെങ്ത്തിലും 3 ഇഞ്ചസ് വിട്ടിലും നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും പടി പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പീസ് ഒന്ന് ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി കൊടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഉള്ളിൽ നല്ല വശം ഉള്ളിലായിട്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡിലൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിൽ ഇതിന് പിടിച്ച് ഈ ഒരു പീസിൽ മാത്രം നമ്മളിങ്ങനെ ഒന്ന് പിന്നെ കുത്തി ഇങ്ങനെ ഉള്ളിലേക്കാക്കി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ചെറിയ വള്ളിയൊക്കെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 പീസ് നമ്മളിങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 പടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രില്ലിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ജോയിൻ്റെ ഇത് ഭാഗം ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഫ്രില്ലിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം. എൻ്റെ 2 സൈഡിൽ നമ്മളിങ്ങനെ 2 സൈഡിലുള്ള ഫ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബോഡി പാർട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് എടുക്കാം. ലൈനിങ്ങിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഫ്രില്ലിട്ട് വെച്ച ആ പീസിലേക്ക് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഫ്രില്ലും കൂടി വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ്ങും ഫ്രില്ലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ട് എടുത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഫ്രില്ലൊക്കെ ഒന്ന് നന്നായിട്ട് ഉള്ളിലേക്കാക്കി കൊടുക്കാം. എന്നിട്ട് 2 ആം ഹോളും ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് സ്കേർട്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് പോർഷൻ ഇങ്ങനെ നിവർത്തി വയ്ക്കാം. അപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ബോഡി പാർട്ടിന് നല്ല വശം ചേർത്ത് വെച്ച് ഇതൊന്ന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യും ഇതിൻ്റെ ഈ ഫ്രില്ലൊക്കെ സ്ലീവിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയറാണ്. നമുക്ക് ഈസി ആയിട്ട് വെട്ടിയിലിരുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കാണിത്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ വലിയൊരു ബോയ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ബോയും വെച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൽ നിന്ന് 2 വള്ളി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ മെയിൻ ലുക്ക് വരുന്നത് ബാക്കിലാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ് മോഡൽസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന്